അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാവക്കാട് ബീച്ചാട്ടോ. ഇവിടെ നമ്മൾ തൃശ്ശൂർ വരെ വന്നപ്പോൾ ഇവിടെ നിന്ന് കയറി അവിടുത്തെ ബീച്ചിലൊക്കെ നിന്ന് കാണാൻ വേണ്ടി വന്നതാണേ. അപ്പം നമ്മൾ ചാവക്കാട് ബീച്ച് വന്നത് വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, ഒരു 3-3:30 ആയപ്പോഴാണ് കേട്ടോ വന്നത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരത്തേക്ക് ഒരു 4 മണി ആയപ്പോഴത്തേക്കും ഒന്നും കൂടി ക്രൗഡ് കൂടിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ബീച്ചാണ്. അത്യാവശ്യം ഒരുപാട് ചപ്പുചവറും മാലിന്യങ്ങളൊന്നുമില്ല, കാണാത്തൊരു ബീച്ചാണ്. അങ്ങനെ എനിക്ക് തോന്നി കേട്ടോ. ഇതിനു മുമ്പൊക്കെ പോയിടത്തോളം മറ്റ് മനോഹരമായിട്ടൊരു ബീച്ച് തന്നെയാണ്. അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. പിന്നെ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളിവിടെ വന്നപ്പം എല്ലാവരും ക്രൗഡ് കൂടിയപ്പോൾ അപ്പുറേ ദൂരെ പൈൻ മരം ഉണ്ടായിരുന്നു. അപ്പം അന്ന് അങ്ങോട്ടേക്ക് നടക്കാം, അവിടെ വരെ ഒന്ന് നടന്നേക്കാമല്ലോ എന്ന് കരുതി അവിടെ നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ നേരെ അങ്ങോട്ട് അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നേ. കടലിൽ ഇറങ്ങാൻ ഞങ്ങൾ കടലിൽ കുറച്ച് നേരം ഒക്കെ ഇറങ്ങി നിന്നു. പിന്നെ കാലിലൊക്കെ മണലൊക്കെ കയറിയപ്പോഴത്തേക്കും ജസ്റ്റ് കരയിലൂടെ അങ്ങ് നടക്കാൻ തുടങ്ങി. ഇവിടെ ഒരുപാട് പേര് പട്ടമൊക്കെ പറത്തുന്നുണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്, പട്ടമൊക്കെ പറത്തുന്നത്. ഞങ്ങളുടെ അവിടെ കാറ്റിങ്ങനെ വലിയ കാറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പട്ടമൊന്നും പറപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു വണ്ടി മണലിൽ താന്ന് കിടക്കുന്നു, ഇതേണ്ട കിടക്കും. ഇതുപോലെ ഞങ്ങളുടെ വണ്ടി ഒന്ന് താന്ന് പോയേനെ. പക്ഷേ ഞങ്ങളത് വണ്ടിയുടെ മൂവ്മെൻറ്റ് സ്ലോ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് ഒന്ന് നോക്കി. കുറച്ച് ഫ്രണ്ട് വീല് കാറൊന്നും ഇതിലൊന്ന് ഓടിച്ച് നോക്കുക ചെയ്യല്ലോ കേട്ടോ. ഇതുപോലത്തെ വണ്ടികളൊക്കെ ഓടിക്കാം. 150 രൂപയ്ക്കുള്ളൂ കേട്ടോ. നമ്മളിത് ഈ കാർ ഇവിടെ ഇത് കണ്ടോ കേട്ടോ. ഇവിടെ പിന്നെ 150 രൂപ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം. അത് ഈ പോസ്റ്റ് വരുന്നതിന് ആ വെള്ള ഫ്ലാഗ് പോസ്റ്റ് വരെ വരുന്നതിനാണ് 150 രൂപ വരുന്നത്. നമ്മൾ തിരിച്ചവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് കയറാം കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലൂടെ നടക്കുവാണ് കേട്ടോ. ചുമ്മാ അതുകൊണ്ട് അത് ചേട്ടൻ ഓടിക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചിരാവേ ഇങ്ങോട്ട്. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഈ ഫ്ലാഗ് ഇവിടം വരെ ഓടിക്കുന്നതിനാണ് ഒരാൾക്ക് 150 രൂപ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തനിച്ച് നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാം. ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വരാം. അങ്ങനെ അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് അതൊന്ന് റൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒരു കല്യാണത്തിന് ഇവിടെ തൃശ്ശൂർ ഒരു എലിച്ചിൻ്റെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഞങ്ങളിവിടെ നിന്ന് പൈൻ മരത്തിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാൻ കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ ഒട്ടും ക്ലിയർ അല്ല, സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ ഇച്ചിരി തണലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തണലത്ത് നിൽക്കുകയും ചെയ്യാം, നമുക്ക് അത്യാവശ്യം ഫോട്ടോസും എടുക്കാം. പൈൻ മരമാണ്. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് കരുതി. നല്ല രസമായിരിക്കുന്ന ഇത് പോകണമാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നല്ല രസമാണ് കാണാൻ. അവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇച്ചിരി തണലും ഉണ്ട്. ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഫോട്ടോസും എടുക്കാം. അതിൻ്റെ ഉദ്ദേശത്തിലൊക്കെ പോണേ. ഇവിടെ നേരത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും മഴക്കാലത്ത് തിരയൊക്കെ കൂടുതൽ വന്ന് പോയതാകുമെന്നാണ് കരുതുന്നത്. ഞങ്ങൾ ഒരു പ്രാവശ്യം തിരുവനന്തപുരം പോയപ്പോൾ അവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊക്കെ ഒന്ന് കയറിയതാണ്. നല്ല രസമൊക്കെയാണ്. തിരക്ക് അനുസരിച്ച് ഇങ്ങനെ ആടി ഒലിഞ്ഞ് നിൽക്കും, അത്രേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ അത്യാവശ്യം തണലും ഉണ്ട്, ആൾക്കാർ ഒച്ചപ്പാടും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നോക്കി ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ അത്രയും മണലും കാര്യങ്ങളൊന്നുമില്ല, തിരയും കുറവാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. പൈൻ മരത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ ഇവിടെ വരാം. ബീച്ചിൻ്റെ ഫോട്ടോസ് ഇപ്പോഴൊന്നും എടുത്താൽ ഒട്ടും കിട്ടത്തില്ല. എന്തായാലും ഇവിടം വരെ വന്നിട്ട് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാണ്ട് പോകാൻ മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സെൻ്റർ എടുത്തുന്നത് ഇവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഐസ്ക്രീമാണ്. ഞാൻ മാംഗോ ബാറാണ് മേടിച്ചത്. അവൻ കോൺ ഐസ്ക്രീമാണ് മേടിച്ചത്. അച്ഛൻ മേടിച്ചൊരു മാംഗോ ബാർ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് പതുക്കെ തിരിച്ച് ഇനി അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോകാമല്ലോ എന്ന് കരുതി പോവാണ് കേട്ടോ. ഫെസ്റ്റ് എന്തോ വരുവാണ്.
ഐസ്ക്രീം എൻ്റെ വാ തണുത്ത് പോയി. കളിച്ചാ തിരിഞ്ഞില്ലേ? ആകാശം കഴിഞ്ഞാൽ എന്തൊക്കെയോ എന്നുണ്ട് ഇവിടെ. ആകാശത്തൊട്ടിൽ ആകാശത്തൊട്ട് വള്ളം പോലെ കാണാം. അത് ഞങ്ങൾ ചേച്ചു പോവാം. വീട്ടിൽ പോകണം. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് കടലിനെ കാഴ്ചയുള്ളൂ. നിങ്ങൾ വരിക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. എന്താ പിള്ളേരായിട്ട് വരിക കേട്ടോ. അത്യാവശ്യം നല്ല വൈകുന്നേരങ്ങളൊക്കെ വരിക. ഒരുപാട് താമസിക്കരുത്. പിന്നെ നല്ല രസമാണ് കാണാൻ. ഞങ്ങളുടെ നാട്ടിൽ കടലൊന്നും വരില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അത്യപൂർവ കാഴ്ചകളാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഞാനൊന്ന് വണ്ടിയൊന്ന് ഓടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അതിൻ്റെ ഓടിക്കുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടാം. അവസാനം ഇവിടെ ബീച്ചിൽ വന്നിട്ട് ഫോട്ടോസൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞ് പരിഭവമൊന്നും വേണ്ടത്. കല്യാണി അതേ തമ്പിയുടെ, അതായത് എൻ്റെ അനിയൻ്റെ ഫോട്ടോസ് എടുത്തു കൊടുക്കണം കേട്ടോ. അതെ, ആ കൊടയൊക്കെ ചൂടി പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസാണ് അവളെടുത്ത് കൊടുക്കണം. കല്യാണിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നോക്കി ഞാനൊക്കെ സൈഡിൽ ചെറിയൊരു വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുക. ഇത് അച്ഛനും അമ്മയും ചിറ്റ ഒക്കെയാണ് കൂടെ ഉള്ളത് കണ്ടോ. എല്ലാവരും ഇങ്ങനെ എന്താണ് കടലും കണ്ട് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് കയറണമെന്ന് കരുതി ഈ വണ്ടിയിൽ. കയറാനൊന്നും പറ്റില്ല, നമുക്ക് തോന്നിയില്ല കയറാൻ. അതാണ് കേട്ടോ. ഒരിക്കലും ഇനി വരുമ്പോൾ ഒന്ന് കയറണം. കൂടെ ദേവും ഇല്ലായിരുന്നു കേട്ടോ. ദേവില്ലാത്തതിൻ്റെ കാരണം വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും. കുഞ്ഞൊക്കെ ഉണ്ടായി. അവൾ ഇപ്പോൾ വീട്ടിലാണ്, ബേബി ഗേളാണ്. അപ്പോൾ ഈ വരുന്ന 4-ാം തീയതിയാണ് കൊച്ചിൻ്റെ 56 എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ ഇതിങ്ങനെ പട്ടമൊക്കെ പറത്തുന്ന ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പട്ടം പറത്തുവാണേ. ഇതിപ്പോൾ പട്ടം പറത്തുന്ന കൊച്ചു നാരായണനാണ് കേട്ടോ. അവൻ്റെ പട്ടമാണ് ആ മഞ്ഞപ്പട്ടം. ഇവിടെ ഒരുപാട് പേര് പട്ടം പരത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണിക്കും കൂടി ഒരു പട്ടം കൊടുത്തു. ഇത് കല്യാണിയും കൊച്ചു നാരായണനും പട്ടം പരത്തിക്കളി കാണാം കേട്ടോ. അത് രണ്ടുപേരുടെയും പട്ടമാണ്. അതായത് മേളിൽ കാണുന്ന നീല ഈ 2 പട്ടം കേട്ടോ അവരുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനലും സബ്സ്ക്രൈബ് കൂടെ കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റായിട്ട് എഴുതണേ. താങ്ക് യു.